നിലമ്പൂർ ഇലക്ഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. എല്ലാവരും വികസനത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാ മുന്നണികളും വികസനത്തെ പറ്റി ആണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനം പോലെ വികസിച്ചില്ല എന്നുള്ള കാര്യത്തിൽ മറ്റ് മുന്നണികൾ ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇവിടെ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഹൈവേകൾ ഉണ്ടാകുന്നതിന് വേണ്ടി, അതിൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി നരേന്ദ്രമോദി വരേണ്ടി വന്നു. 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ. ഇത് കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ഹൈവേകളും മറ്റു റോഡുകളും ബൈപ്പാസുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത വർഷം കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കോടിയുടേതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വർഷത്തെ കേരളത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മോഡി കൊടുക്കുന്നുവെന്നല്ലേ, മോഡി സർക്കാർ നിതിൻ ഗഡ്കരിയും കൂടെ കൊടുക്കുന്നുവെന്നല്ലേ. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് സംഭവിച്ചിട്ടില്ല. ഒരേ ദിവസം ഒരേ അവസരത്തിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ആരാണ് കേരളത്തിൽ വികസനം നടത്തുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ഒരു പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷമാണ് ക്രെഡിറ്റിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പടപുരുത്തേണ്ടത്. സാധാരണ രീതിയിൽ കേരളത്തിൽ വികസനം അത് തുടങ്ങുമ്പോഴേ തടയും ഞങ്ങൾ തടയിക്കും. കേരളത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണല്ലോ. പൂട്ടും ഞങ്ങൾ പൂട്ടിക്കും, തകർക്കും ഞങ്ങൾ തകർക്കും. അതായത് വ്യവസായശാലകൾ പൂട്ടും ഞങ്ങൾ പൂട്ടിക്കും. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ ചെറുപ്പക്കാരായതുകൊണ്ട് ആ മുദ്രാവാക്യം അധികം അവർ കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം പൂട്ടും ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ വ്യവസായശാലകളെല്ലാം കേരളത്തിന് വെളിയിലേക്ക് പോയി. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ കിട്ടുന്നതിൻ്റെ പകുതി ശമ്പളത്തിന് കോയമ്പത്തൂർ പോയി ജോലി ചെയ്യാമായിരുന്നു, അതേ കമ്പനിയിൽ. അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തകർക്കും ഞങ്ങൾ തകർക്കിക്കും. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സ്വാശ്രയ കോളേജൊക്കെ വന്നപ്പോഴത്തെ മുദ്രാവാക്യതായിരുന്നു. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്തു. ഇവിടുത്തെ നിലവാരത്തെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ അധ്യാപകരുടെയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ നിലവാരത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ കേരളത്തിലെ 3ഉം 4ഉം കുട്ടികളാണ് ഒരു സയൻസിൻ്റെയും ആർട്സിൻ്റെയും ക്ലാസ്സുകളിലുള്ളത്? എന്തുകൊണ്ട് കുട്ടികൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് വന്നിട്ട് ബാംഗ്ലൂരിൽ അഡ്മിഷൻ വേണം, കോയമ്പത്തൂർ അഡ്മിഷൻ വേണം, ഇതേ സബ്ജക്റ്റിന് വേണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം അത് നിലമ്പൂരും ചോദിക്കേണ്ടതാണ്. ആരാണ് തകർത്തത്? ഈ 2 കൂട്ടരുമല്ലേ തകർത്തത്? ഈ 2 കൂട്ടരുടെ മുദ്രാവാക്യമായിരുന്നു പൂട്ടും ഞങ്ങൾ പൂട്ടിക്കും, തകർക്കും ഞങ്ങൾ തകർപ്പിക്കും. ഇപ്പോഴത്തെ വികസനം വരുമ്പോൾ തടയും ഞങ്ങൾ. അതുകൊണ്ടത് പൂർത്തിയാക്കുന്നിടം വരെയും സാധാരണ രീതിയിൽ BJP അധികം മസിൽ പിടിക്കാറില്ല. കാരണം അത് പിന്നെ അതാണല്ലോ, എന്തുകൊണ്ട് തടഞ്ഞില്ല, അവരല്ല തടയുന്നത്, ഞങ്ങളാണ് തടയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട്. വികസന പ്രവർത്തനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തകർക്കും. ഏതായാലും വിഴിഞ്ഞം നടപ്പിലായല്ലോ. 30 വർഷ കാലഘട്ടം ഞാൻ എണ്ണി പറയാം. ഇവിടുത്തെ നേതാക്കന്മാർ കെ കരുണാകരൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, ഇവരെല്ലാം ശ്രമിച്ചതല്ലേ? എന്തുകൊണ്ട് അതിന് അനുമതി കിട്ടിയില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നിടം വരെ അനുമതി കിട്ടിയില്ല? നരേന്ദ്രമോദി വന്ന ഉടനെ അനുമതി കിട്ടി. അത് നരേന്ദ്രമോദിയുടെ സംഭാവനയാണല്ലേ? എന്തുകൊണ്ട് ഹൈവേയുടെ നിർമ്മാണം നരേന്ദ്രമോദി വരുന്നിടം വരെയും തുടങ്ങിയില്ല? നരേന്ദ്രമോദി വന്നതുകൊണ്ടല്ലേ തുടങ്ങിയത്? നരേന്ദ്രമോദിയുടെ സംഭാവനയല്ലേ? വിഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണുമല്ലോ, നരേന്ദ്രമോദി തന്നെ പറഞ്ഞു. അപ്പോൾ ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാകട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ ക്രെഡിറ്റിനെ പറ്റി നമുക്ക് മത്സരിക്കാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ.
നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്താണ് വികസനം? എന്താണ് ഇവിടെ വികസനമുള്ളത്? ഒരു ബൈപ്പാസ് 30 വർഷമായിട്ട് വാഗ്ദാനങ്ങളായിട്ട് തുടരുകയാണ്. വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു? ആലപ്പുഴയിലും കൊല്ലത്തും ഇതുപോലെ ബൈപ്പാസുകൾ 40 വർഷം മുമ്പ് തുടങ്ങി വെച്ചതാ. നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് നിർമ്മിക്കാൻ. ആരും തടഞ്ഞില്ലല്ലോ. വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടം വികസിക്കണമെങ്കിൽ ഇവിടെ BJP ജയിക്കണം. നിലമ്പൂരിൽ BJP ജയിക്കണം. നരേന്ദ്രമോദിയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിലമ്പൂരിൽ BJP ജയിക്കണം. ഇത് പറയുന്ന അവസരത്തിൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഇത് വിജയിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2013 ഇലക്ഷനിൽ ത്രിപുരയിൽ ഞങ്ങൾക്ക് 1% താഴെ വോട്ട് കിട്ടിയത്. 2018 ഞങ്ങൾ തീരുമാനിച്ചു കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി. കാരണം 1% താഴെയാണ് വോട്ട്. പക്ഷെ നോമിനേഷൻ കൊടുക്കുന്ന അവസരമായപ്പം ജനങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥന വന്നു. ഇത് ജനവികാരം, BJP എല്ലായിടത്തും മത്സരിക്കണം. ഞങ്ങൾ മത്സരിച്ചു. നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് കുറച്ച് വയസ്സുനിന്ന്. നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പം ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എല്ലായിടത്തും കൊടുത്തു. വോട്ടെണ്ണ ഇപ്പം BJP അവിടുത്തെ ഭരണകക്ഷിയായി. അതിൻ്റെ മുമ്പത്തെ ഇലക്ഷൻ 1% പോലും വോട്ട് കിട്ടാത്ത പാർട്ടിയാണ്. സ്റ്റേറ്റ് മുഴുവൻ കെട്ടിവെച്ച് കിട്ടിയിട്ടില്ല. അവിടെ BJP ഭരണകക്ഷിയായി. നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. BJPയുടെ രാഷ്ട്രീയം ഞാൻ പറയുന്നു. കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷനിൽ റീസെയിൽ അസംബ്ലി ആൻഡ് ലോക്സഭ BJP എന്തായിരുന്നു ആദ്യം തീരുമാനിച്ചത്? നവീൻ പട്നായിക്കിൻ്റെ കക്ഷിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് മത്സരിക്കണം. നിങ്ങൾക്ക് പത്രങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം. BJP നവീൻ സഖ്യം ഇവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു പാടില്ല. BJP മാത്രമായിട്ട് എല്ലായിടത്തും നോമിനേഷൻ കൊടുത്തു. അതായത് നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയുടെ 10% പോലും ജനകീയ ശക്തി ഇല്ലായിരുന്നു അവിടെ. വോട്ടെണ്ണിയപ്പം BJPയോട് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു. അതുകൊണ്ടാണ് പറയുന്നത് BJP എല്ലാ സ്ഥലത്തും അങ്ങനെ ജയിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ BJPയുടെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ അല്ലാതെ BJP ജയിച്ചിട്ടില്ല. ജയിച്ചു കഴിഞ്ഞിട്ടാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അത് ബോധ്യപ്പെടുന്നതും അത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും ജയിച്ചു കഴിഞ്ഞിരിക്കും. തൃശ്ശൂർ അറിയാമല്ലോ. തൃശ്ശൂർ എന്തെല്ലാം ആക്ഷേപിച്ചതാ, എടുക്കുന്നു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ട്രോള് ആക്ഷേപം അതല്ലായിരുന്നു, എടുക്കുന്നതും വെക്കുന്നതും. അവിടെ ജയിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത്? എന്ത് BJP കൊടുത്തത്? ഈ പ്രാവശ്യമാണ് ഒരു MP ജയിച്ചത്. അതിനുമ്പോ രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്. എന്നിട്ടും BJP എന്താണ് കൊടുത്തത്? ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏതാണ്ട് നമ്മുടെ ഗ്രാമീൺ സടക്ക് യോജന 8 റോഡുകൾ, ഗ്രാമീൺ സടക്ക് യോജനയിൽ 8 മീറ്റർ നീളമുള്ള 8 റോഡുകൾ മുഴുവൻ പ്രധാനമന്ത്രിയുടെയാണ്. കംപ്ലീറ്റ് ഫണ്ട് പ്രധാനമന്ത്രിയുടേതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 16,000 പേർക്ക് PM കിസാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 2,000-ഓളം പേർക്ക് ആവാസ് യോജന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരിക്കും, അത് അവരാണ് അതിൻ്റെ പറയേണ്ടത്. 10-ലേറെ ജനൌഷധി സ്റ്റോറുകളുണ്ട്. പിന്നെ എൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ചാലിയാർ പഞ്ചായത്തിൽ ഒരു നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സെൻറ്റർ, അതിന് കൊടുത്തിരിക്കുന്നത് 8 കോടിയാണ്. അത് 7.9242 കോടി രൂപ. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗേൾസ് ഹോസ്റ്റൽ, അതിന് 9.9 കോടി രൂപ കൊടുത്തിരിക്കുന്നു. എൻ്റെ ഒരു ചെറിയ മിനിസ്ട്രിയാണ്, മൈനോറിറ്റി അഫയേഴ്സിൽ നിന്ന് കൊടുത്തതാണ്.
18 കോടിയോളം രൂപയുടെ പദ്ധതി അത് ഉടനെ ഉദ്ഘാടനം ചെയ്യാറായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടി ഇവിടെ എല്ലാവരും വികസനമാണ് പറയുന്നത്. ഞാനത് പത്രസമ്മേളനങ്ങൾ കണ്ടു. എല്ലാവരും വന്നിട്ട് ഞങ്ങളാണ് വികസനം ഉണ്ടാക്കിയത്, 30 കൊല്ലം ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കി, 9 കൊല്ലം ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് വികസനം നമുക്ക് ചർച്ച ചെയ്യാം, കേരളത്തിൻ്റെ വികസനം നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് വികസനം നടത്തിയത് എന്നുള്ളത് നമുക്ക്. അതുപോലെ തന്നെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാമല്ലോ, അമൃത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായിട്ടും ആധുനികമായിട്ടുള്ള ഒരു സ്റ്റേഷനായിട്ട് ഇവിടെ നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജിനെ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നാണ്.